ഗിരീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട്, ഞാനത് പറഞ്ഞു ഓൾറെഡി. എനിക്ക് വലിയൊരു ഓബ്ലിഗേഷൻ ഗിരീഷിനോടുള്ളത് വേറൊന്നുമല്ല. ഞാൻ സ്വപ്നത്തിൽ പോലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു നാഷണൽ അവാർഡ് വാങ്ങി തന്നത് ഗിരീഷിന്റെ വരികളിലൂടെയാണ്, ആ പാട്ടുകളിലൂടെയാണ്. ഒരേ കടൽ. ഗിരീഷിനെ ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഗിരീഷിനെ ഞാനും ബുദ്ധിമുട്ടിച്ചു, ഗിരീഷ് എന്നെയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതിന്റെ എന്താന്ന് പറയാം, ശ്യാമപ്രസാദ് ഉണ്ട് ഇതിന്റെ വരികൾ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇതിന് കുറെ മനസ്സിലാവാത്ത ഭാഷയില് ഹിന്ദിയിലൊക്കെ ആണ് ഡമ്മി പാടിയിട്ട് കൊടുത്തത്. ഇത് എഴുതണമെങ്കിൽ ഒരു കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ വ്യത്യാസങ്ങളുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു യൂഷ്വൽ ഫോർമാറ്റ് ട്യൂണുകളല്ല. ഒരു എഴുത്തുകാരൻ ട്യൂണിന് എഴുതുമ്പോൾ അദ്ദേഹത്തിന് ആ ട്യൂൺ മനസ്സിൽ നിൽക്കണം, തങ്ങണം. അത് തങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, ട്യൂൺ മാത്രമായതുകൊണ്ട്. പിന്നെ മനസ്സിലാവാത്ത ഭാഷയും. മലയാളത്തിൽ ഞാൻ ഡമ്മി എഴുതിയെങ്കിൽ അത് കിട്ടും. ഇങ്ങനെ ഞാൻ പുള്ളീനെ ബുദ്ധിമുട്ടിച്ചപ്പോൾ പുള്ളി അതിന് എന്നോട് പ്രതികാരം ചെയ്തത് എന്താണെന്നറിയോ? പുള്ളി ടേപ്പ് റെക്കോർഡ് മാറ്റി, എന്നിട്ട് എന്നോട് ഓരോ പ്രാവശ്യം ഹൈ പിച്ചിലൊക്കെ ഉള്ളത് പാടിക്കൊടുക്കാൻ പറഞ്ഞു. വരി ഓക്കെ ആവണ വരെ ഡയറക്ടർ വിടുന്നിട്ട് അത് വേറൊരു വരി, ഒന്ന് പാടൂ. ഞാൻ ഇങ്ങനെ പാടി അന്ന് വയ്യാണ്ടായി. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം എടുത്തു അത് കഴിയുമ്പോ. അപ്പോ പക്ഷെ എന്നാലും അതിന്റെ ഫലം എനിക്ക് കിട്ടി. ഇതോടെ എല്ലാം പോയി, വിഷമമൊക്കെ പോയി. പക്ഷെ അതിമനോഹരമായിട്ട് പുള്ളി എഴുതി തന്നു. പിന്നെ ഗിരീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പേഴ്സൺ. വളരെ ജോവിയലാണ് പുള്ളി. നമ്മളൊക്കെ ടെൻഷനായി, ഈ ഡയറക്ടർ വന്നിട്ട് ട്യൂൺ ഓക്കെ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനായിട്ടായിരിക്കും നമ്മൾ മ്യൂസിക് ഡയറക്ടർ ചെല്ലുക. അപ്പൊ ഗിരീഷ് കോമഡിയാണ് ആ സമയത്ത് പറയും, ഒരു ബന്ധമില്ലാത്തത്. ഒരിക്കൽ രവിയേട്ടനെ കുറിച്ച് പറഞ്ഞൊരു സംഭവമാണ് ഗിരീഷ് പറയും. ഗിരീഷും അങ്ങനെ തന്നെയാ. പൊള്ളാച്ചിയിൽ എവിടെയോ കമ്പോസിങ്ങിന് ഒരു സാധാരണ ഒരു ഹോട്ടലാണ്. അപ്പോൾ ട്യൂൺ ഒരാഴ്ചയായിട്ട് ഒരു ട്യൂൺ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ കാലത്ത് എന്നിട്ട് 4:30 മണിക്ക് ഗിരീഷിനെ വിളിച്ചു രവിയേട്ടൻ. വിളിച്ചിട്ട് ഗിരീഷ് ഇങ്ങോട്ട് വാ. അപ്പൊ ഗിരീഷിന്റെ ഉള്ളിൽ ഒരു ബൾബ് കത്തി ലഡു ഉണ്ടായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി നല്ലൊരു ട്യൂൺ കിട്ടിയിട്ടുണ്ടാവും. അത് എഴുതാനുള്ള വാശിയില് ഗിരീഷ് ഇങ്ങനെ വന്നു. രവിയേട്ടൻ, എടാ ഗിരീഷേ, അപ്പുറത്തേക്ക് നോക്കിയേ. അപ്പൊ ഒരു ചായക്കട, അവിടെ നല്ല കാലത്ത് നല്ല ചൂടുള്ള ബീഫ് കിട്ടുന്നു. ഗിരീഷ് തളർന്നു. അത് തുടങ്ങിയാലും എന്നിട്ട് ഗിരീഷ് ഇത് പറയാനാണ് എന്നെ ഈ കാലത്ത് എണീറ്റ് വിളിച്ച രവിയേട്ടൻ. എന്ത് പണിയാണ് ഗിരീഷ്, ശരി നീ ഇരിക്കേ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ ഒരു പാട്ടെന്ന് പറയുന്നത് ഹരിമുരളീരവം. അത് പറഞ്ഞിട്ട് ഗിരീഷ് പറയായിരുന്നു. അത് ഗിരീഷ് അവതരിപ്പിക്കുന്നതിലാണ് അതിന്റെ കോമഡി. ഇത് ഞാൻ കണ്ടിട്ടില്ല. ഇത്തരം ഒരുപാട് കഥകള് ഗിരീഷ് പറയാറുണ്ട്. ആ ഗിരീഷിനെ ഓർക്കുകയാണ്, മിസ്സിങ് ഹിം എ ലോട്ട്. ഇവിടെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ നമുക്ക് ചങ്ക് കീറുകയാണ്. കാരണം ഗിരീഷ് ഓരോ പ്രാവശ്യം റെക്കോർഡിങ്ങിന് ചെന്നൈയിൽ വരുമ്പോൾ, എൻ്റെ റെക്കോർഡിങ്ങിന് വരുമ്പോൾ പുള്ളി അത് അവകാശമായിട്ട് വീട്ടിൽ വരും. അല്ലാത്ത സമയത്ത് മറ്റുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന് വരുമ്പോഴും മറിയ ചേച്ചിയുടെ കഞ്ഞി വേണം എനിക്ക്, ഉച്ചതിരിഞ്ഞ് വരും മറിയ ചേച്ചിയുടെ കഞ്ഞി. എന്നിട്ട് വന്നിട്ട് കഞ്ഞിയൊക്കെ കുടിച്ച് ഞങ്ങൾ ഒരുപാട് നേരം രാത്രി വർത്താനം പറഞ്ഞു ഞാൻ തിരിച്ച് ഗിരീഷിനെ കൊണ്ടാക്കും. അങ്ങനെയുള്ള ഒരു ബന്ധമായിരുന്നു. പക്ഷെ നമുക്ക് കുറേം കൂടി കാലം ഗിരീഷിന് വേണ്ടിയിരുന്നു. തീർച്ചയായിട്ടും. പക്ഷെ ഗിരീഷ് ഒരുപാട് കാലത്തേക്കുള്ളത് ഉണ്ടാക്കിയിട്ട് പോയ ഒരു സമാധാനത്തിലിരിക്കാം. ഗിരീഷിന്റെ മോൻ ശരിക്കും നോക്കുമ്പോൾ നമുക്കൊരു എന്തോ ഒരു മാതിരി ആവുന്നുണ്ട്. പക്ഷെ സീ ഹിസ് ഫേസ്, ആ ഫേസ് അങ്ങനെ തന്നെയാണ്. ഓൾവേസ് ഹീൽ ബി ലൈക്ക് ദിസ്. ഒരിക്കലും മറ്റൊരു മുഖം ഗിരീഷിന്റെ ഞാൻ കണ്ടിട്ടില്ല. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഇങ്ങനെയായിരിക്കും ഫേസ്.